നേരത്തെ നമ്മൾ 2 വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് 3 ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഇപ്പോൾ പടവ് എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ മുകൾ ഭാഗം പടക്കാണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ഒരു പാമ്പേരിക്കും ഇതുപോലെ മുളകളും അതുപോലെ കിഴങ്ങുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാമ്പേരിക്ക് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ചാരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ചാകൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ലെയർ പടക്കുന്നത്. ഒരു ലെയർ പടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടിയത്തെ ആ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് എല്ലാം അതിൽ ചാക്കെല്ലാം മുകളിലേക്ക് കയറ്റിയിട്ട് ബാക്കിയുള്ള പലകെല്ലാം മുകളിലത്തെ തട്ടിലേക്ക് വെച്ചിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മളിങ്ങനെ പാമ്പേരിൽ കറക്റ്റായിട്ട് തന്നെ ഇത് വെച്ച് കൊടുക്കണം. കുറച്ച് കമ്മി ആവാനും പാടില്ല, കൂടാനും പാടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ലെവല് പീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു പീസ് ഒരു പാമ്പേരിക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പീസ് തന്നെ അടുത്ത പാമ്പേരിക്കും വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം ചിലപ്പോൾ വരാം, അപ്പോൾ ഒന്ന് കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത പാമ്പേരിക്ക് സെറ്റാക്കുകയാണ്. ഇതുപോലെ കഴുങ്ങിൻ്റെ പൊളികളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് പടുക്കുന്നത്. പിന്നെ കല്ല് നമ്മൾ ചകിടുമ്പിൽ ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കും. പിന്നെ അവിടെ നിന്ന് കാര്യമായിട്ട് അതിൻ്റെ മുകളിൽ കല്ല് അടിക്കാനും പറ്റില്ല. ഏകദേശം എല്ലാ കല്ലും മുകളിൽ നിന്ന് സേഫ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത്തരം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ അടിയിൽ ഫുള്ള് കിണറിൽ വെള്ളം ഒരുപാട് താഴ്ചയിലുണ്ട്, താഴ്ചയുണ്ട് കിണർ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ആയാണ്. അടിയിൽ നിന്ന് മുകളിൽ നോക്കി അടിഭാഗം കാണുന്നില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ ഫസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങിയൊക്കെ തന്നെ ശ്വാസത്തിന് ഇടർച്ചയൊക്കെ ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് കയറി പോന്നു. പിന്നീട് ഒരു ഫാനൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഫുള്ള് സെറ്റാക്കിയിട്ടാണ് പണിക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ആ ഫാനൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് വായു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിണറൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ മണ്ടി പോയി ഇറങ്ങാൻ പാടില്ല. എനിക്ക് വായു കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സൂത്രങ്ങളുണ്ട്. ഒന്നല്ലെങ്കിൽ കുറച്ച് വെള്ളം അവിടേക്ക് എത്താൻ സമയത്ത് ഒന്നല്ലെങ്കിൽ പന്തം കെട്ടിക്കാണ്ട് ഇറങ്ങുക. അപ്പോൾ ആ പന്തം കത്തുന്നുണ്ടെങ്കിൽ തീപ്പെട്ടികളൊക്കെ കത്തുന്നുണ്ടെങ്കിൽ അവിടെ വായു സഞ്ചാരം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ വായു സഞ്ചാരം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തീയൊക്കെ കെട്ടുപോകും, തീ അവിടെ നിന്ന് കത്തൂല. അപ്പോൾ എത്രയും പെട്ടെന്ന് മേലേക്ക് എത്തുക. പിന്നെ അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പോകാം. ഒരു ഫാനൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ കൂടെ തന്നെ ഒരു ഫാനൊക്കെ കരുതി ഇറങ്ങാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടെ ഓക്സിജൻ കിട്ടും, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് അപകടം പിടിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആരിങ്ങനെ ഈ ഒരു വീഡിയോ കൊണ്ട് ആരും അനുകരിക്കരുത്. അപ്പോൾ ഇത്രയും കിണറ്റിക്ക് ഇറങ്ങുമ്പോൾ ഏത് കിണറ്റിക്കാണെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം ഇറങ്ങുകയാണെങ്കിലും അതിൻ്റെ അടിക്കൊന്നും വായു സഞ്ചാരം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ വർക്ക് പൂർത്തിയായി. അടുത്ത വീഡിയോയിൽ ഫുള്ള് കാര്യങ്ങൾ, ഇതിൻ്റെ ചിലവും കാര്യങ്ങളും എത്രത്തോളം കോസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ അറിയിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.